കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായിരിക്കെ നേതാക്കൾക്കായി ഇന്നും വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കെ.സി. വേണുഗോപാലിനായും വി.ഡി. സതീശനായും രമേശ് ചെന്നിത്തലയ്ക്കായുമായാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെയാണ് വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. എറണാകുളം പെരുമ്പാവൂരിലും തൃക്കാക്കരയിലും കോട്ടയത്തും പാലായിലും ആലപ്പുഴയിലും കെ.സി. വേണുഗോപാലിനായി ഫ്ലക്സുകൾ ഉയർന്നു. പോർക്കളത്തിലെ പടനായകന് അഭിവാദ്യങ്ങളെന്നും ഇനി കെ.സി. നയിക്കുമെന്നും പെരുമ്പാവൂരിൽ സ്ഥാപിച്ച ഫ്ലക്സിൽ പറയുന്നു. ആർ.സി. ബ്രിഗേഡ് എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. തൃക്കാക്കര വള്ളത്തോൾ ജംഗ്ഷനിലും കെ.സിക്കായി ഫ്ലക്സുകൾ സ്ഥാപിച്ചു. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഫ്ലക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ഡി.സി.സി ഓഫീസിന് സമീപത്തും നഗരത്തിലും പാലായിലും സമാനമായ രീതിയിൽ കെ.സിക്കായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ആലപ്പുഴ നഗരത്തിൽ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ദ റിയൽ ലീഡർ എന്ന പേരിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. വയനാട് മേപ്പാടി പള്ളിക്കവരയിലെ കോൺഗ്രസ് എന്ന പേരിലാണ് വി.ഡി. സതീശനായി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. വി.ഡി. സതീശന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുമായി കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് യു.ഡി.എഫ് ആഹ്ലാദ പ്രകടനം നടത്തി. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടുകളുടെ രാജകുമാരൻ തുടങ്ങിയവയാണ് ഫ്ലക്സ് ബോർഡിലെ വിശേഷണം. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങളെന്നും ഫ്ലക്സിൽ പറയുന്നു. കണ്ണൂർ പയ്യന്നൂർ വെള്ളൂരിൽ നിയുക്ത എം.എൽ.എ. വി. കുഞ്ഞികൃഷ്ണന്റെ വാർഡിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നയിക്കട്ടെ എന്നാണ് ഫ്ലക്സിലെ വാചകം. പെരുമ്പാവൂരിലും കോഴിക്കോടും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല എന്നതാണ് തലവാചകം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.